എന്തോ നീ തിരഞ്ഞു വന്നു വൻപാപിയുള്ളിൽ എന്തോ നീ തിരഞ്ഞു വന്നു ദുഷ്ടാവാഴിക്കൂ ഞങ്ങൾ പിന്നെ ഒന്നിരുന്ന് ഓളിയിട്ട് പേടിപ്പിക്കുന്നു. പേടിപ്പിച്ചത് ഇളയപ്പനല്ലേ, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ. ഇങ്ങനെയാണോടെ പ്രാർത്ഥന വല്ലുന്നത്? ഇതേട്ടാ കർത്താവ് പോലും പേടിച്ചോടുമല്ലോ. ഇതേതാ ഈ പുതിയ രണ്ട് കുരിശികള്? ഇത് നാട്ടിൽ നിന്ന് വന്ന കൂട്ടുകാരാ. ഇത് അരവിന്ദൻ, ഇത് ചന്തു. എടാ അന്യജാതിക്കാരെ ഇവിടെ കൊണ്ടൊന്ന് മുട്ടുകുത്തിക്കുക. ഇതെന്താ ധ്യാന കേന്ദ്രമാണോ? അല്ല, അത് ഇളയപ്പം പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ കൂടെ കൂടിയതാ ഒരു കമ്പനിക്ക്. കമ്പനിക്ക് ഇക്കണക്കിന് ഞാൻ ഭാര്യയായിട്ട് കട്ടിലിൽ കിടക്കുമ്പോ അമ്മ കൂടെ കയറി കിടക്കുമല്ലോ കമ്പനിക്ക്. ഈ ഇളയപ്പന്റെ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ചാവും. അണീകടാ ആടാ. നീ എന്താ പറഞ്ഞേ? അവരിവിടെ താമസിക്കുമെന്നോ? എവിടെ? ഇളയപ്പം മറുത്തൊന്നും പറയരുത്. നാട്ടിൽ അവരെന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാ. കുറച്ചു ദിവസം അവരെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. പക്ഷെ വെറുതെ താമസിപ്പിക്കണ്ട, വേണമെങ്കിൽ വല്ല ജോലിയും കൊടുത്തേക്കാം. അത് ശരി, താമസിപ്പിച്ചാൽ മാത്രം പോരാ, ജോലിയും കൊടുക്കണം. കഴിഞ്ഞ 6 മാസം പെടാപ്പാടുപെട്ടിട്ടാ എനിക്ക് തന്നെ ഒരു കോൺട്രാക്ട് ഒത്തു കിട്ടിയത്. ഉള്ള കടം വീട്ടാൻ തന്നെ ഈ പണി പോരാ. ഇതിനിടയ്ക്ക് യവന്മാർക്ക് എവിടുന്ന് ശമ്പളം എടുത്ത് കൊടുക്കും ഞാൻ? അതിന് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ശമ്പളം ഇല്ലാത്ത ജോലിയാ ഞാൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. ശമ്പളം ഇല്ലാത്ത ജോലിയാ? അതെ, അപ്രന്റീസ് ട്രെയിനികൾ അങ്ങനെ എടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ എവിടെയും നിയമമില്ല. ആണോ? എങ്കിൽ ഇവിടെയുള്ള മുഴുവൻ പണിക്കാരെ അപ്രന്റീസ് ആക്കോടാ ജോയി. അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. ഇപ്പോ ഇവരെ പണിക്ക് നിർത്തണോ വേണ്ടയോ അത് പറ. അങ്ങനെയാണ് അവർ നിന്നോട്ടെ. പിന്നൊരു കാര്യം, ശമ്പളം വേണേ കൊടുക്കാതിരിക്കാം. പിന്നെ ഭക്ഷണം അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഭക്ഷണം ഒന്നും ഇളയപ്പം കൊടുക്കണ്ട, അവരെടുത്ത് കഴിച്ചോളൂ. എടുത്ത് കഴിച്ചോളൂ. എവിടുന്ന്? എന്റെ ഇളയപ്പ, നാളെ നമ്മൾ മുഴുവൻ പണിക്കാരെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവല്ലേ? അതെ. പിന്നെ അവരുടെ വകയിലെ ഭക്ഷണവും താമസമൊക്കെ. അതെ. പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ഇളയപ്പൻ ടെൻഷൻ അടിക്കുന്നത് എന്തിന്? നീ സംസാരിക്ക. ഓക്കെ, ഇളയപ്പ സമ്മതിച്ചു. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ പെയിന്റ് പണിക്കാരാണ്. അപ്രന്റീസ്. അപ്രന്റീസ് അത്രേ പറ്റൂ. അല്ല, കൂടുതലൊന്നും ചോദിക്കണ്ട. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ നമ്മൾ ഈ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. യോ അറിയോട്ട മുട്ടം ഇതാൻ ബ്രേക്കാ. ഉനക്ക് யாரையா டிரைவிங் கத்தி கொடுத்தது? சோம்பேறி. कौन है तुम? क्या भाई? उंगला है। हम पेंटिंग आते हैं। कोटारम पेंटिंग। ओ पेंटिंग वाला है। अच्छा हाँ हाँ होगा। മെതുവാ ബ്രേക്ക് പോട്. തുടങ്ങിക്കോ. ഇത് കൊട്ടാരമാണ്. ഇവിടെ ഉള്ളവരൊക്കെ തമ്പുരാക്കന്മാരാ. പന്നി അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായി എന്റെ ചീട്ട് കീറും. അതുകൊണ്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കാണ്ട് സാധനങ്ങൾ ഒരു ഭാഗത്ത് ഇറക്കി വെക്ക്. ഒച്ച വെക്കരുതേ. ഡ്രൈവർ റേറ്റ് എവിടെ വെച്ച്? നമ്മൾ എന്തിനാ പേടിച്ച് ഓച്ചാനിച്ചക്ക് പണിക്ക് നിൽക്കുന്നത്? നമുക്കൊന്ന് പോയാലോ? ഏയ്, നമ്മൾ 2, 3, 4, 5 ദിവസം താമസിക്കാന്ന് വാക്ക് കൊടുത്തേ. അതെ, നമ്മൾ 2, 3, 4, 5 ദിവസം നിൽക്കാതൊന്നും വാക്ക് പറഞ്ഞിട്ടില്ല. മാക്സിമം ബൈ 2 days. അത് കഴിഞ്ഞാലേ നമ്മൾ അങ്ങ് പോവും. आ गई। अरे सब निकल दो। क्या 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 गाड़ी हटाओ। आ गई छोटी मैम साहब आ गई। ഹായ്, ഇന്നിവിടെ ഉത്സാഹമാണെന്നാണോ തോന്നുന്നത്? ഉത്സാഹം? ആ, പള്ളിപ്പെരുന്നാൾ പോലെ അമ്പലത്തിലുണ്ടാവല്ലോ ഉത്സാഹം. ഉത്സവം? ഇത് ഉത്സവം പള്ളിപ്പെരുന്നാളും ഒന്നും അല്ലടാ. ഡൽഹി പഠിക്കാൻ പോയ ഇവിടുത്തെ തമ്പുരാട്ടി പെങ്കൊച്ച് വരുന്ന. ഇതാണോ ഡൽഹിയിൽ പഠിക്കാൻ പോയ പെങ്കൊച്ച്? ചെറുപ്പത്തിലെ പോയതായിരിക്കും, ഇപ്പോഴായിരിക്കും പഠിച്ചു കഴിഞ്ഞത്. ചന്തു, നീ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ 1 മാസം കൂടി നിന്നാലോ? കറക്റ്റ്. ലളിതമായി. പാപ്പിക്കുട്ടി, യാത്രയ്ക്ക് സുഖമായിരുന്നോ? ഡൽഹിയിൽ നിന്ന് ഇവിടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവരെ ഒരു പ്രശ്നമില്ലായിരുന്നു.
സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഘോഷയാത്രയായിരുന്നു വേണ്ടാത്തത്. വേണ്ടാത്തതോ? ഈ കൊട്ടാരത്തിലേക്ക് ആര് വന്നാലും മുടക്കാത്ത ചടങ്ങായത്. അതെ, ആ ചടങ്ങില്ലാണ്ട് ഇവിടുത്തെ ഏക അവകാശി പപ്പിക്കുട്ടിയെ വരവേൽക്കാൻ സമ്മതിക്കുവോ? കുട്ടിയുടെ മാധവമാമ പറഞ്ഞ പോലെ മാധവമാമ എന്തിയെ? ഈ ലഹളയും പ്രകടനവും ഒക്കെ ഏർപ്പാടാക്കിയിട്ട് ആളെവിടെ പോയി? അകത്ത് മാനേജർ സുന്ദരേശനുമായിട്ട് തിരക്കിട്ട ആലോചനയില്ല. കല്യാണ നിശ്ചയത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അയ്യേ, എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. രാജാവോ? ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? അയ്യോ, ഇവനെന്റെ പണിക്കാരനാണ് തമ്പുരാനെ. നിന്റെ ഈ പഞ്ചസാധനങ്ങളൊക്കെ കൊണ്ട് നിർത്താനുള്ള സ്ഥലമാണോ ഇത്? എടുത്തോണ്ട് പോടാ, ഇല്ലെങ്കിൽ എല്ലാവരും ചവിട്ടി തെറിപ്പിക്കും. പറഞ്ഞത് കേട്ടില്ലേ? വേഗം എടുത്ത് മാറ്റണ പോത്തുകളെ. ഇപ്പൊ എടുത്ത് മാറ്റാം. ഓഹോ, അപ്രന്റീസോട് പ്രത്യേകിച്ച് വേണം, എടുത്ത് മാറ്റണ. നശിച്ചു. പട്ടച്ചാരായ കൊണ്ടൊഴിച്ച് കൊട്ടാരം നശിപ്പിച്ചു. ഇത് പട്ടച്ചാരായല്ല, വാർണിഷാണ്, വാർണിഷ്. എന്ത് വിഷമാണേലും വേഗം തൂത്ത് വൃത്തിയാക്കടാ കൊരകന്മാരെ. എടാ സുന്ദരേശ, മാനേജരെ, സുന്ദരേശ, എന്തോ പോയി, ഇവിടുത്തെ പണി പോയി. ഈ മാക്കാനെ പിടിച്ച കരിവീപ്പേരിട്ട് പെരട്ടിയെടുക്കണ. എന്താണോ എല്ലാരും നോക്കി നിൽക്കുന്നത്? തമ്പുരാൻ പറഞ്ഞ് അടുത്തിരിക്കില്ലേ? എവനെ പൊക്കിക്കോ. മിണ്ടരുത്, എനിക്ക് എന്റെ കോൺട്രാക്ട് ആണെന്നാ വലുത്. എന്തൊരു ഭംഗി! ആ ചിരിക്കാരി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. വിളിക്കുന്ന കേട്ടില്ലേ? ചെല്ലടാ അങ്ങോട്ട്. ചെല്ലടാ. നിങ്ങൾക്ക് പറ്റി പണി ഞാൻ തരാം. ആ കാണുന്ന ബാഗും പെട്ടിയെല്ലാം ചുമന്ന് അകത്തോട് വെക്കി. എവിടെ ഇറക്കി വെക്കേണ്ടത്? ഇവിടെ എവിടെയെങ്കിലും വെക്കേ. ഹലോ, ഇവിടെ ആരും ഇല്ലേ ഒന്ന് ഇറക്കി വെക്കാൻ? പൊട്ടുന്ന സാധനമായിരുന്നോ?
അയ്യോ, എന്താ 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 എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഈ പണിക്കാരനെ? പെട്ടി ഇറക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്താ. സ്റ്റാൻഡിന് പ്രതീക്ഷിച്ച ബലയില്ലായിരുന്നേ. സുന്ദരേശ, എടാ സുന്ദരേശ, എന്താ എന്താ പോത്തെ ഇത്? എന്റെ കാല് ഇതുവരെ സ്റ്റഡി ആയില്ലേ? എന്താണെന്നറിയില്ല, ഓടി വരുമ്പോ കാല് സ്ലിപ്പാവുന്നു. ഡോക്ടറെ ഒന്ന് കാണിക്കണം. ഡോക്ടറെ കാണിക്കേണ്ടതിന്റെ കാലല്ല, കണ്ണം മുക്കുമില്ലാതെ എണ്ണപ്പുറത്തെ കോടി കയറിയ പിന്നെ കാൽ സ്ലിപ്പാവൂലേ? എന്നെ ശരിയാണ്. ഇവിടെ ആരാ എണ്ണ വെച്ചത്? എന്താടാ പ്രശ്നം? എണ്ണ, ഓയിൽ ഓയിൽ. തമ്പുരാൻ എന്നെ വിളിച്ചോ? ഇങ്ങനത്തെ അഹങ്കാരികളെ കൊണ്ടാണോ നീ ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത്? പെട്ടി നോക്കാൻ പറഞ്ഞ വൈരാഗ്യത്തിന് ഇവനൊന്ന് നേരെ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ എറിഞ്ഞ് സ്റ്റാൻഡ് ഒടിച്ചു. അയ്യോ, വൈരാഗ്യം കൊണ്ടൊന്നുമല്ല, ഭാരം താങ്ങാൻ പറ്റാത്തോണ്ടാ. മുടിഞ്ഞ വെയിറ്റ് ആയിരുന്നു. മിണ്ടരുത്. എന്ത് പറഞ്ഞാലും മിണ്ടാതെ നിന്ന് കേട്ടോണം. തമ്പുരാൻ ഇവൻ എന്ത് വേണേലും ചെയ്തോളാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവനെ ഒന്നും ചെയ്യണ്ട, എനിക്കിതിന്റെയൊക്കെ വില കിട്ടിയാ മതി. അത് നീ തന്നെ തരണം. സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. അതെ, സോറി. ഇവിടെ തന്നെ ഇറക്കി വെച്ചേക്ക്, മുറിയിലേക്ക് കയറണ്ട. തനിക്ക് എന്താ വേണ്ടത്? അല്ല, അത് പിന്നെ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയതാ. പറയണെന്തിന്? എനിക്ക് കാണാലോ. ഓ, സോറി. ഉം. അയ്യേ, എന്താ ഇത്? എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവിടുത്തെ പണിക്കാരനോ അല്ല. ഓഹോ, ആ. എങ്കിൽ ഈ സാധനങ്ങളൊക്കെ തന്നെ എടുത്ത തന്നെ കൊണ്ട് വെച്ചേക്ക്. ഞാൻ പണിക്കാരെ കൊണ്ട് എടുപ്പിച്ചോളാം. അയ്യോ, വേണ്ട മേഡം, അത് നീ തന്നേക്ക്, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഓ, നമസ്കാരം. എന്താ അവളുടെ ഒരു ജാട. കരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്ന് എപ്പ വിചാരിച്ചോളൂ. ദൈവം അത് ഇത്രയും പെട്ടെന്ന് സാധിച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ല തമ്പുരാട്ടി. ദൈവമേ, കാറ്റ് പോയോ? തമ്പുരാട്ടി, തമ്പുരാട്ടി, തമ്പുരാട്ടി. അയ്യോ, അയ്യോ, എടാ തെണ്ടി, അയ്യോ, തല്ലിക്കൊന്ന് കുഴിച്ച് മൂടായി പട്ടിയെ. ഞാൻ പറയട്ടെ. അയ്യോ, അതെ, ഞാൻ ഷോക്ക്. മോളെ 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 ഞാൻ പറയുന്നത് അയ്യോ, അയ്യോ, ദൈവമേ, എന്ത് പറ്റി എന്റെ പൊന്നുമോക്ക്? എന്ത് പറ്റിയെന്നോ? ഇവൻ ഞാനൊന്നും ചെയ്തില്ല. എടാ വിടാവനെ. എടാ പന്നി മിണ്ടിപ്പോയത്. നീ ഒരു രക്ഷകനോ? കൊന്നളെ ഞാൻ. എന്നാ കൊല്ലേ. നോക്കി വെക്കാവുന്ന പിടികളവന്മാരെ കൊണ്ടുപോളെ ഉമ്മാരെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അയ്യോ, വിട്, അവരെങ്ങോട്ട് വിടാൻ. അയാൾ എന്നെ ഒന്നും ചെയ്തതല്ല, എനിക്ക് ഷോക്ക് അടിച്ചതാണ്. ആ സ്വിച്ചിൽ നിന്ന് എനിക്ക് ഷോക്ക് അടിച്ചു. അയാൾ എന്നെ വന്ന് രക്ഷിച്ചത്. ഷോക്ക് അടിച്ചെന്നോ? അതിന് ഈ കൊട്ടാരത്തിലൂടെ ഷോക്ക് ഇരിക്കുന്നു. അത് ഈ സ്വിച്ചിൽ നിന്ന്.
ചത്തോ? ഷോക്ക് അടിച്ച് ഇതുപോലെ നിന്ന് കരിഞ്ഞ് ചാകാൻ തുടങ്ങിയപ്പോ രക്ഷിച്ചതാ. ശ്വാസം നിലച്ചോന്ന് തോന്നിയപ്പോ കൃത്യമായിട്ട് ശ്വാസവും കൊടുത്തു. അതിനാണ് നിങ്ങൾ എല്ലാരും കൂടി ഞങ്ങൾ ഇങ്ങനെ തല്ലി ചതച്ചത്. മതിയടാ, ഇവിടുത്തെ ജോലിയും താമസമൊക്കെ മതി, നമുക്ക് പോവാം. വാ വാടാ. ഇനിയും ഷോക്ക് അടിക്കുമല്ലോ, അപ്പൊ കൃത്രിമ ശ്വാസോച്ഛ്വാസം തരാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. ഇളയപ്പന് ബോധം വരികയാണെങ്കിൽ ഞങ്ങൾ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞേക്ക്. ജീവൻ കളയാനല്ല, കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? ഒരച്ചൊരച്ച് അവന്റെ തോല് പൊളിക്ക്. ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ, പോകുകയല്ല. എന്റെ തൊലി മാത്രമല്ലേ കറുത്തിട്ടുള്ളൂ, ഇളയപ്പന്റെ ഉള്ളു മുഴുവൻ കറുപ്പല്ലേ? അതേടാ, എന്റെ ഉള്ളു മുഴുവൻ കറുത്തതാ. അതും എന്റെ കുടുംബം വെളുപ്പിക്കാനല്ലേ നീ 2 അപ്രന്റീസുകളെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. എവിടെ അവന്മാര്? ഇവിടെ ഉണ്ടായിരുന്നോ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവന്മാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പോവാ. അവര് മാത്രമല്ല ഞാനും. ആദ്യം എന്റെ ഒറിജിനൽ കളറൊന്ന് കിട്ടിക്കോ. അപ്പൊ നിനക്ക് പോകാൻ ഉദ്ദേശമില്ല. എടാ 3 മാരണങ്ങളെ ഉടനെ തന്നെ പറഞ്ഞു വിട്ടേക്കാൻ തമ്പുരാനെ. അവന്റെ ദേഹത്തെ വർക്കൊന്ന് കഴിഞ്ഞോട്ടെ. അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല എന്ന് പറഞ്ഞു പത്മിനിക്കുട്ടി. ഹോ. ആ പിന്നെ ഇനിയെങ്കിലും ഒന്ന് സ്റ്റഡി ആയടാ പോത്തെ, മനുഷ്യരെ ഇടിച്ച് തായിടാതെ. ഇവൻ പപ്പിക്കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് നിനക്കൊക്കെ രക്ഷയായി. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും വന്ന വഴി ഞാൻ പറപ്പിച്ചേനെ. ഓ പോ, തൈ കെട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യരെ അടിച്ച് താഴിടാൻ. ഈ പുല്ലൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ പോയേനെ. പക്ഷെ തമ്പുരാട്ടി റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് മര്യാദ. തമ്പുരാട്ടി റിക്വസ്റ്റ് ചെയ്തോണ്ടൊന്നുമല്ല, പോയാൽ ഇളയപ്പം ബുദ്ധിമുട്ടിലാവും അല്ലേ? അല്ല, അതല്ലെങ്കിൽ ഇളയപ്പം ബുദ്ധിമുട്ടിലാവുമല്ലോ. വാടാ, നമുക്കിനി കിണറ്റിൻ കരയിലോട്ട് പോവാം. കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുമോ എന്തോ.